രാജ്യങ്ങൾക്ക് മുഴുവൻ ആശങ്കയായി പശ്ചിമേഷ്യൻ സംഘർഷം ഒട്ടും അയവില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. ഇതിനിടയിൽ ചില നിർണായക വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇറാന്റെ സൈനിക നേതൃത്വത്തിൽ വമ്പൻ അഴിച്ചുപണി പ്രഖ്യാപിച്ചുകൊണ്ട് പരമോന്നത നേതാവ് മുജ്തബ ഖമൈനി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. 6 ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയ സുരക്ഷാ മേധാവിയായി മൊഹ്സൻ റൊസായിയെയും സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായി അലി അബ്ദുല്ലാഹിയെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫായി അഹമ്മദ് വാഹിദിയെയും നിയമിച്ചിരിക്കുകയാണ്. അലി അസ്മിയയാണ് പുതിയ IRGC നാവികസേന കമാൻഡർ. മുജ്തബ ഖമൈനി നടത്തിയ സൈനിക നേതൃത്വത്തിലെ ഈ അഴിച്ചുപണി ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ സ്വീകരിക്കുന്ന കടുത്ത നിലപാടിന്റെയും സൂചനയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കക്കെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാമെന്ന് ഉറച്ചു തന്നെയാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അടുത്തൊന്നും അയവ് വരുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി നമുക്കിതിൽ നിന്നും കൂട്ടി വായിക്കേണ്ടി വരുന്നു. അമേരിക്കയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ഏക മാർഗം സമ്മർദ്ദം ശക്തമാക്കി പോരാട്ടം തുടരുകയും അതുവഴി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തുടർച്ചയായി സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന നിലപാടുകാരനാണ് മൊഹ്സൻ റൊസായി. അദ്ദേഹം അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. അതിനാൽ തന്നെ ഇറാൻ പോരാട്ടം തുടരും എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ മേധാവിയായി ഈ മൊഹ്സൻ റൊസായിയെ നിയമിച്ചതോടുകൂടിയിട്ട് വിലയിരുത്തപ്പെടുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായും അടുത്ത ബന്ധമുള്ള ആളാണ് ഇദ്ദേഹം. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഇതോടുകൂടി ഉടലെടുത്തിരിക്കുകയാണ്. കാരണം ഇറാൻ കടുപ്പിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവതാളത്തിലാകും. അമേരിക്കയാകട്ടെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ അമേരിക്കയുടെ ആയുധ ശേഖരം തീർന്നു പോകും എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അമേരിക്ക പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് പിന്നീട് രംഗത്തെത്തിയെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്കയ്ക്കുണ്ട് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് തീരുമാനത്തിലേക്ക് എത്തും എന്നത് ഇപ്പോൾ വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്.